ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ എന്ന് പറയാവുന്ന ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു പഠനം എന്ന നിലയിൽ മാറ്റിക്കളയാനല്ല, പ്രത്യേകത കർത്താവ് നമ്മളോട് എങ്ങനെ സംസാരിക്കുന്നുവെന്നും എങ്ങനെ നമ്മുടെ ജീവിതത്തിലൊരു വ്യത്യാസം കർത്താവ് ഉദ്ദേശിക്കുന്നതും. തീർച്ചയായും ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് നമുക്ക് വ്യത്യാസം ഉണ്ടാകുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് ദൈവം നൽകുന്നതായ വാക്കുകൾ, കർത്താവ് നമ്മളോട് സംസാരിക്കുന്നതായ വാക്കുകൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് അവൻ്റെ ശിഷ്യന്മാർക്കുള്ള ഒരു സന്ദേശമാണ്. അല്ലാതെ പുറത്തുള്ള ആളുകൾക്ക് ഇത് അംഗീകരിക്കാനോ ചെയ്യാനോ പറ്റത്തില്ല, അത് കഴിയത്തില്ല. ഒരു പ്ലെയിൻ പറക്കണമെങ്കിൽ അതിനൊരു യന്ത്രം വേണം, പക്ഷേ പക്ഷിക്ക് പറക്കണമെങ്കിൽ യന്ത്രം ആവശ്യമില്ല. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന പുതു സൃഷ്ടിയുടെ പുതുജീവൻ. അതുകൊണ്ടാണ് ബാപ്റ്റിസത്തെക്കുറിച്ച് റോമൻസ് ചാപ്റ്റർ 6 പറയുമ്പോഴും അവിടെ കാണുന്നത്, നമ്മൾ ബാപ്റ്റിസം എടുത്തിട്ട് ഉയർന്നു വരുമ്പോൾ എന്താണ് ഉയർന്നിട്ട് ഞാൻ എൻ്റെ വഴിക്കും യേശുവിൻ്റെ വഴിക്കും പോകാനല്ല. വി ആർ യുണൈറ്റഡ് വിത്ത് ജീസസ് ഇൻ ഹിസ് ഡെത്ത് ആൻഡ് വി ആർ ബറീഡ് വിത്ത് ഹിം ആൻഡ് വി ആർ റേസ്ഡ് വിത്ത് ഹിം. എന്തിനു വേണ്ടിയാണ്? ഉയർന്നിട്ട് നാമും അവനെ പോലെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ആ പുതുജീവൻ, വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നാം ആയിത്തീർന്നിരിക്കുന്ന പുതു സൃഷ്ടി, ആ പുതിയ സൃഷ്ടിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന പോലെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും ഇവിടെ വന്നിട്ട് എനിക്കിങ്ങനൊന്നും ജീവിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ പുതിയ സൃഷ്ടിയുടെ ജീവിതമാണോ ഞാൻ ജീവിക്കുന്നതെന്നാണ്. വീണ്ടും ജനിച്ചവർ തന്നെ പലപ്പോഴും വീണ്ടും ജനിച്ചവരാണെന്നുള്ള തിരിച്ചറിവില്ലാതെ ജീവിക്കുന്നു. ഞാൻ ആ കഴുകൻ്റെയും പക്ഷിയുടെയും കോഴികളുടെയും ഉദാഹരണം പറഞ്ഞപ്പോൾ, ഒരു കോഴിക്കുഞ്ഞിനെ പോലെ ഒരു കഴുകൻ ജീവിക്കാൻ ഒരു പക്ഷേ അതിൻ്റെ സാഹചര്യം കൊണ്ട് അത് ചെന്നുപെട്ടത് കോഴിക്കുഞ്ഞിൻ്റെ അതിൻ്റെ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ കോഴിക്കുഞ്ഞുങ്ങളായിരിക്കും. പക്ഷേ കഴുകൻ്റെ കുഞ്ഞിൽ ഒരു ജീവനുണ്ട്. ആ ജീവൻ അതിനെ പറക്കാൻ ശക്തമാക്കുന്നതാണ്. പക്ഷേ പറക്കാൻ ആവശ്യമായ ജീവൻ അതിലുണ്ട് എന്നുള്ളത് തിരിച്ചറിയാതെ ഈ കഴുകൻ കുഞ്ഞ് ജീവിക്കുന്നത് ആരുടെ ജീവിതത്തിൽ തന്നെയാണ്? കോഴിക്കുഞ്ഞിൻ്റെ ജീവിതത്തിലാണ്. ഇതുപോലെ ആദാമ്യ പ്രകൃതിയിലാണ് നമ്മൾ ജനിച്ചത്. ആദാമ്യ പ്രകൃതി കൊണ്ട് ആത്മാവിൻ്റെ ജീവിതം ജീവിക്കാൻ കഴിയത്തില്ല. പക്ഷേ ആദാമ്യ പ്രകൃതി കൊണ്ട് ജീവിക്കണമെന്നല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. പ്രത്യുത പുതുജനനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മപ്രകൃതത്തിലാണ് നമ്മൾ പുതിയ ആത്മാവിൻ്റെ ജീവിതം ജീവിക്കേണ്ടത്. അപ്പോൾ യേശുവിൻ്റെ ജീവിതം ജീവിക്കാൻ നമ്മളെ പ്രാപ്തമാക്കത്തക്ക നിലയിൽ നമ്മിൽ അന്തർലീനമായിരിക്കുന്ന പുതുജനനത്തിൻ്റെ ആ ശക്തി, ആത്മാവിൻ്റെ ശക്തി, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമുക്ക് ഈ പുതിയ ജീവിതം ജീവിക്കാൻ. ആ ഒരു ബോധ്യം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അവിടെ നമ്മളുടെ സ്വയമായിട്ടുള്ള കാര്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം തന്നെയാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. നമ്മളിന്ന് വാസ്തവത്തിൽ പഠിപ്പിക്കുന്നത് സെൽഫ് എസ്റ്റീമാണ്. നമ്മൾ എത്രയും നമ്മളെ തന്നെ ശക്തീകരിക്കണമെന്നും അവിടെ സെൽഫ് ഹെൽപ്പ് ബുക്കുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. പക്ഷേ കർത്താവ് പറയുന്ന ഈ സന്ദേശം അതിൻ്റെ നേരെ വിപരീതമാണ്. സെൽഫ് എസ്റ്റീമിൻ്റെ ഓപ്പോസിറ്റാണ് ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഞാൻ എന്നിൽ തന്നെ ഉള്ള ശക്തി കണ്ടെത്തുക, അതൊരു ഈസ്റ്റേൺ ചിന്താഗതിയാണ്. ധ്യാനത്തിലൂടെയും മറ്റും വാസ്തവത്തിൽ ഈ ട്രാൻസ്ഫർ മെഡിറ്റേഷൻ്റെ ഒക്കെ ഗുരുക്കന്മാരെല്ലാം പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ശക്തിയെ നിങ്ങൾ കണ്ടെത്തുക എന്നാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് നേരെ വിപരീതമാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ശക്തിയെ കണ്ടെത്തുക എന്നല്ല, നിങ്ങൾ നിങ്ങളിൽ തന്നെ ദരിദ്രനാണെന്നും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ യാതൊരു ശക്തിയില്ലെന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും പുറമേ നിന്നുള്ള ആത്മാവിൻ്റെ അല്ലെങ്കിൽ ദൈവിക ശക്തിയിൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതുമാണ് വേദപുസ്തകത്തിൻ്റെ പഠിപ്പിക്കൽ, അല്ലെങ്കിൽ യേശു കർത്താവ് ആദ്യം തന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആത്മാവിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ശക്തി കാണാനല്ല, ആത്മാവിൽ യാഥാർത്ഥ്യമായിരിക്കുന്ന ദാരിദ്ര്യത്തെ കാണാനാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അതാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നതിൻ്റെ കാരണം. ആ ദാരിദ്ര്യം എന്തുകൊണ്ടാണ് ഭാഗ്യമാവുന്നത്? അപ്പോഴാണ് നമ്മൾ ആശ്രയത്തിലേക്ക് മുന്നേറുന്നത്. ഞാൻ ദരിദ്രനാണെന്നുള്ള തിരിച്ചറിവിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കർത്താവിൽ ഞാൻ ആശ്രയിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആശ്രയിക്കത്തില്ല. അതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ കാരണം, എന്തെങ്കിലും ഒന്ന് നമുക്ക് സ്വന്തമായി ഉണ്ടെങ്കിൽ, എനിക്ക് സ്വന്തമായി പണമോ
ധനമോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസോ എൻ്റെ ശക്തിയോ എൻ്റെ എഡ്യൂക്കേഷനോ ഒക്കെ വാസ്തവത്തിൽ നമ്മളുടെ സെൽഫ് എസ്റ്റീമിനെ വളർത്തുന്നതിനാണ് ഉപകരിക്കുന്നത്, അല്ലാതെ ആത്മാവിലെ ദാരിദ്ര്യത്തെ കാണുന്നതിനല്ല ഉപകരിക്കുന്നത്. അങ്ങനെ എന്താണ്, ഞാൻ എന്ത് ചെയ്താലും ടാക്കോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് ഞാൻ താഴെ വീണു പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകുമ്പോഴാണ്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു കച്ചിത്തുരുമ്പെങ്കിലും പിടിക്കാൻ കയ്യിലുണ്ടെങ്കിൽ അതേ പിടിക്കുന്നവരാണ്. അതാണ് ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സ്വാഭാവികമായ ഒരു ജനനത്തിൻ്റെ പ്രത്യേകത. എന്നാൽ ഒന്നുമില്ലാത്തവനായി തീരുമ്പോൾ, എനിക്ക് യാതൊന്നും ബാക്കിയില്ലെന്ന് തിരിച്ചറിയുമ്പോൾ, അപ്പോൾ മാത്രമാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. എന്നാൽ സമൃദ്ധിയിലും താഴ്ചയിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ പഠിച്ചവരായ ആളുകളായിരുന്നു പൗലോസും ഇയ്യോബും ഒക്കെ. അപ്പോൾ ആത്മാവിൻ്റെ ദാരിദ്ര്യത്തിന് സഹായിക്കുന്നതാണ് അതിൻ്റെ ചുറ്റുമുള്ള സകല ദാരിദ്ര്യങ്ങളും. എന്നാൽ സമൃദ്ധിയിലും ആത്മാവിലെ ദാരിദ്ര്യം അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞേ പറ്റുകയുള്ളൂ. അപ്പോഴാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഞാൻ ഒരു പാപിയാണെന്നുള്ള തിരിച്ചറിവ്, അഥവാ എൻ്റെ പാപത്തിൻ്റെ സ്വാഭാവികമായ ശിക്ഷ, നോർമൽ ആയിട്ടുള്ള ശിക്ഷ തന്നെ നരകമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ, ഞാൻ എന്താണ്, എൻ്റെ സെൽഫ് റൈറ്റ്യസ്, ഞാൻ മോറലി ബാങ്ക്രപ്റ്റ് ആണെന്ന് തിരിച്ചറിയുമ്പോൾ, എൻ്റെ സ്വയനീതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തിരിച്ചറിയുമ്പോൾ, ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ നീതിയിൽ ആശ്രയിക്കുന്നതിന് പകരം ആരിൽ ആശ്രയിക്കുന്നു? യേശുവിൽ ആശ്രയിക്കുന്നു. അങ്ങനെയാണ് ഞാൻ യേശുവിനെ വിമോചകനാക്കുന്നത്. എന്ന് തന്നെയല്ല, എന്നെ ശൂന്യനാക്കാനായിട്ട്, എനിക്ക് എന്നെ ഭരിക്കാൻ അറിയത്തില്ലെന്നും ഞാൻ എന്നെ ഭരിക്കുന്നുവെന്ന് എനിക്കൊരു വ്യാജമായ ചിന്തയുണ്ടായാലും ശരിക്കും എന്നെ നിയന്ത്രിക്കുന്നത് ആര് തന്നെയാണ്? പിശാചാണ്. അതുകൊണ്ട് എൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഞാൻ എന്നെ ഇറക്കി വിടുമ്പോഴാണ് ഞാൻ ശരിക്കും ദരിദ്രനായിത്തീരുന്നത്. കാര്യം എന്നെ ഭരിക്കാനും ആരുമില്ലിപ്പോൾ. അങ്ങനെ എന്നെ ഭരിക്കാൻ ആരുമില്ലാത്ത ഒരു സ്റ്റേജിലാണ് എന്തുണ്ടാകുന്നത്? യേശു കർത്താവ് എൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് മാത്രമല്ല, എൻ്റെ ജീവിതത്തിലേക്ക് രാജാവായി ഇറങ്ങി വരുന്നത്. ആത്മാവിൽ ദരിദ്രനായവനെ ഭരിക്കാൻ മാത്രമേ രാജാവ് ഇറങ്ങി വരത്തുള്ളൂ. ആ സിംഹാസനത്തിൽ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ അവിടെ കയറി അവനെ നിഷ്കാസനം ചെയ്ത് ഭരിക്കാനൊന്നും കർത്താവ് തയ്യാറാകത്തില്ല. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകത അതാണ്, അല്ലെ കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ട് ആത്മാവിലുള്ള എൻ്റെ ദാരിദ്ര്യമാണ് യേശുവിനെ വിമോചകനാക്കാനും യേശുവിനെ രാജാവാക്കാനും എനിക്ക് കഴിയുന്നതിൻ്റെ ഏക കാരണം. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ ദരിദ്രനാകുമ്പോൾ ദൈവരാജ്യം എൻ്റെ സ്വന്തമാവുകയാണ്. കാരണം യേശു എൻ്റെ രാജാവായിത്തീരുകയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേത്. ദേഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്, ദേഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ. സ്വർഗരാജ്യം അവരുടെ വകയാണ്. അല്ലാതെ ആത്മാവിൽ ദരിദ്രനായി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ എപ്പോഴെങ്കിലും നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് കടക്കുമെന്നല്ല. ദേഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. പ്രസൻറ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് അവർ കിങ്ഡം. രണ്ടാമത് നമ്മൾ പറഞ്ഞു, ദുഃഖിക്കുന്നവർ, വെറും ദുഃഖിക്കുന്നവരല്ല, മോങ്ങിക്കരയുന്നവർ എന്നുള്ള അർത്ഥമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കരച്ചിലിൻ്റെ തന്നെ, അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ മാക്സിമം, അതിനപ്പുറത്തൊരു വാക്ക് ഗ്രീക്കിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുപോലെ ശക്തമായ ഒരു വാക്കാണ് ദുഃഖിക്കുന്നവർ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ചെറിയ ദുഃഖം മാത്രമല്ല, പ്രത്യേകത അതിൻ്റെ എക്സ്പ്രഷനും കൂടെയാണ്. പൊട്ടിക്കരച്ചിലാണ്, തോരാത്ത കണ്ണീരാണ്. എന്തിനെ ഓർത്ത്? നമ്മളൊക്കെ പലപ്പോഴും കരയുന്നവരാണ്. പക്ഷേ എന്തിനെ ഓർത്ത്? എൻ്റെ പാപങ്ങളെ ഓർത്തുള്ള കരച്ചിൽ. എൻ്റെ പാപങ്ങളെ ഓർത്ത് കരയുമ്പോഴാണ്, എൻ്റെ പാപങ്ങളെ ഓർത്ത് മാത്രമല്ല, എൻ്റെ പാപത്തിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ള തിരിച്ചറിവിൽ ഞാൻ കരയുമ്പോഴാണ്. എൻ്റെ പാപത്തിൻ്റെ കോൺസിക്വൻസ് എന്താണ്? നിത്യനരകം. അതുകൊണ്ടാണ് പീറ്റർ പറയുന്നത്, എന്ത്? കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ. അടുത്തതായിട്ട് എന്താ കാണുന്നത്? എൻ്റെ പാപത്തിൻ്റെ കോൺസിക്വൻസ് മാത്രമല്ല, എൻ്റെ പാപം ലോകത്തിലെ ഏറ്റവും നിർദോഷനായി ജീവിച്ചിരുന്ന യേശുവിൻ്റെ മേൽ എന്ത് ചെയ്തു എന്നുള്ള തിരിച്ചറിവ്. കാൽവറി ക്രൂശിൽ യേശു തകർക്കപ്പെട്ടത് എൻ്റെ പാപങ്ങളുടെ പരിണിത ഫലമായിട്ടാണ്. റോമാക്കാരോ യഹൂദന്മാരോ അല്ല യേശുവിനെ ക്രൂശിച്ചത്. പത്രോസ് പറയുന്നു, നിങ്ങൾ ക്രൂശിച്ചവനായ ഈ യേശുവിനെ തന്നെ. ഞാനാണ് യേശുവിനെ ക്രൂശിച്ചത്, എൻ്റെ പാപങ്ങളാണ് യേശുവിനെ ക്രൂശിച്ചത് എന്നുള്ള തിരിച്ചറിവിലുള്ള, പാപബോധത്തിൽ നിന്നുള്ള, ആഴമായ അനുതാപത്തിൽ നിന്നുള്ള പൊട്ടിക്കരച്ചിലാണ് അവിടെ വിഷയം. അവർക്ക് ആശ്വാസം ലഭിക്കും, അവർക്ക് മാത്രമേ ആശ്വാസം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അനുതാപത്തിൻ്റെ കണ്ണീരില്ലാതെ ആരെങ്കിലും ഒരാൾ ദൈവസഭയിലേക്ക് കടന്നു വന്നാൽ അവർ വാസ്തവത്തിൽ ഒരു ഫ്യൂട്ടിലിറ്റിയിലാണ്, ഒരു വ്യർത്ഥതയിലാണ് ജീവിക്കുന്നത്. അനുതാപത്തിൻ്റെ കണ്ണുനീർ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് പാപത്തിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും അതേപോലെയുള്ള ഒരു അനുതാപവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ ബിയാറ്റിറ്റ്യൂഡ്സിൻ്റെ ഓരോ ഭാഗത്തിനും
പല ആസ്പെക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ പല ഫേസസ് ഉണ്ട്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്ക് മാത്രമേ യേശുവിനെ വിമോചകനായും രാജാവായും അംഗീകരിക്കുവാൻ കഴിയുള്ളൂ. അതേപോലെ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാലും ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിച്ചാലും പിന്നെയും ഞാൻ ഈ ആത്മീയ ദാരിദ്ര്യം സൂക്ഷിക്കേണ്ടതുണ്ട്. ആ ആത്മീയ ദാരിദ്ര്യം സൂക്ഷിക്കുമ്പോഴാണ് കൂടുതൽ യേശുവിനാൽ നിറയുവാനും കൂടുതൽ യേശുവിൻ്റെ കൃപയെ അനുഭവിക്കുവാനും യേശുവിൻ്റെ രാജ്യത്വം എന്നിൽ പൂർണ്ണമാകുവാനും. കർത്താവ് പറഞ്ഞു, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗത്തിലെ പ്രത്യേകത, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നടക്കുമ്പോഴാണ് സ്വർഗത്തിലെ പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. അങ്ങനെ നടക്കണമെങ്കിൽ, ആ പൂർണ്ണതയിലേക്ക് കയറണമെങ്കിൽ വീണ്ടും എപ്പോഴും ഞാൻ ആത്മാവിലെ ദാരിദ്ര്യം സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ലവോദിക്ക സഭയ്ക്കും മറ്റും ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കർത്താവിന് അവനെ സഹായിക്കാൻ കഴിയാതെ വരുന്നു. അപ്പോൾ നമ്മെ സഹായിക്കാൻ കർത്താവ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ കണ്ടൻ്റ് ആണെങ്കിലോ, നമ്മൾ സംതൃപ്തനാണെങ്കിലോ കർത്താവിന് നമ്മളെ സഹായിക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. ശരിക്കും ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ സംതൃപ്തനായിരിക്കണം. ഒരു അമേരിക്കൻ പ്രോവർബ് ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, എ കണ്ടൻറ്റഡ് മൈൻഡ് ഈസ് എ കണ്ടിന്യൂവൽ ഫീസ്റ്റ്. സംതൃപ്തമായ മനസ്സ് ഒരു തുടർമാനമായ ഉത്സവമാണ്, ആഘോഷമാണ്. ശരിക്കും നമ്മൾ ഭൗതികമായ കാര്യങ്ങളിൽ സംതൃപ്തരാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് റെസ്റ്റാണ്, ആശ്വാസമാണ്. എന്നാൽ നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ എപ്പോഴും ഇനിയും പ്രാപിക്കേണ്ടതുണ്ട് എന്നുള്ള നിലയിൽ ലാക്കിങ് ഫീൽ ചെയ്യുന്നവരായിരിക്കണം. എപ്പോഴും ഇനിയും പ്രാപിക്കുവാനുള്ള ഒരു മോഹം നമ്മിൽ ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ, അതാണ് വാസ്തവത്തിൽ ആത്മാവിലെ ദാരിദ്ര്യം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ളൊരവസ്ഥ മാത്രമല്ല, വീണ്ടും അത് സൂക്ഷിക്കണം എന്ന് ഞാൻ പറയാനായിട്ട് കാരണം. ഇതേപോലെ തന്നെ കരച്ചിലും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും സൂക്ഷിക്കേണ്ടതുണ്ട്. ഒന്ന്, രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ആ ദൈവിക ഭരണത്തിൽ ശരിയായ നിലയിൽ നമുക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, സപ്പോസ് ഏതെങ്കിലും നിലയിൽ പൂർണ്ണമായും ദൈവത്തെ അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അപ്പോഴൊക്കെ നമ്മുടെ കരച്ചിലായിട്ടത് മാറണം. കാരണം ഒരിക്കൽ ആസ്വാദനം ലഭിച്ചിട്ടും യേശുക്രിസ്തുവിൻ്റെ പാപക്ഷമയുടെ അർത്ഥം ഗ്രഹിച്ചതിന് ശേഷം വീണ്ടും നമ്മളൊരു പാപത്തിൽ വീണു പോയാൽ, പാപം അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇഫ് യു ആർ കണ്ടിന്യൂയിങ് ഇൻ സിൻ, നിങ്ങൾക്ക് നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നടത്താൻ കഴിയത്തില്ലെന്നാണ് ഇബ്രാഹിം ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിബല്യസ് ആയിട്ട്, എനിക്ക് യേശു ഒന്നും വേണ്ട, ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ചോളാം എന്ന് രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തി വീണ്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ അവനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കഴിയത്തില്ല. അതൊരു പാപത്തിൻ്റെ വീഴ്ചയല്ല പറയുന്നത്. ഇറ്റ് ഡസൻറ്റ് സ്പീക്ക് അബൌട്ട് എ fall, but it is intentional. It is an intentional act. അവന് പാപം മതി, he loves sin and he want to continue in sin. അങ്ങനെ പാപത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷെ അതല്ല മിക്കവരുടെയും അവസ്ഥ. മിക്കവരുടെയും അവസ്ഥ എന്താണ്? മെനി ടൈംസ് വി ഫെയിൽ ടു ഡു വാട്ട് വി വാണ്ട് ടു ഡു. ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ പലപ്പോഴും ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു സ്റ്റേജ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കരച്ചിൽ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്. അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കരച്ചിൽ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല. ഒരു പരിധി വരെ ഈ കാര്യങ്ങൾ നിൽക്കത്തുള്ളൂ നമ്മൾ മനസ്സിലാക്കണം. ദർ ഈസ് എ പോയിൻ്റ് ഓഫ് നോ റിട്ടേൺ. എനിക്ക് കടലിൽ 1 കിലോമീറ്റർ നീന്താൻ കഴിവുണ്ടെങ്കിൽ, ഇഫ് ഐ എം ഏബിൾ ടു സ്വിം ഫോർ 1 കിലോമീറ്റർ, 1/2 കിലോമീറ്റർ ക്രോസ് ചെയ്യുമ്പോൾ, 500 മീറ്റർ ക്രോസ് ചെയ്യുമ്പോൾ ആ പോയിൻറ്റിനെ വിളിക്കുന്നത് ഇറ്റ് ഈസ് ദ പോയിൻ്റ് ഓഫ് നോ റിട്ടേൺ എന്നാണ്. പിന്നെയും എനിക്ക് ചിലപ്പോൾ നീന്താൻ പറ്റുമായിരിക്കും, പക്ഷേ തിരിച്ച് നീന്താൻ എൻ്റെ പക്കൽ എത്രയേ ബാക്കിയുള്ളൂ? 500 മീറ്ററിൻ്റെ കപ്പാസിറ്റിയേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം എനിക്ക് അങ്ങോട്ട് കരയിൽ നിന്ന് എത്രത്തോളം അകന്ന് നീന്താമെന്നല്ല, എത്ര പെട്ടെന്ന് മടങ്ങി വരുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലാതെ എത്ര പെട്ടെന്നോ എനിക്കിപ്പോഴും കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഇത്രയും പാപം ചെയ്തിട്ടും എനിക്കൊന്നും പറ്റിയില്ലല്ലോ, ഇപ്പോഴും ഞാൻ നീന്തുന്നുണ്ടല്ലോ നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ ഇപ്പം നീന്തുന്നത് ദൈവത്തിൽ നിന്ന് അകന്നകന്നാണ്. യു ഹാവ് ഓൾറെഡി ക്രോസ്ഡ് ദ പോയിൻ്റ് ഓഫ് നോ റിട്ടേൺ ആൻഡ് യു ക്യാൻ നെവർ കം ബാക്ക്. അതാണ് വാസ്തവത്തിൽ എബ്രാഹിം ലേഖനത്തിൽ നമ്മൾ കണ്ടത്, അവരെ മാനസാന്തരത്തിലേക്ക് മടക്കി വരുത്തുവാൻ കഴിയുന്നതല്ല എന്ന് പറയുന്നത്. പക്ഷേ നല്ലൊരു ശതമാനം ആളുകൾ നീന്തുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. പക്ഷേ അവരെത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? മടങ്ങി വരണം. അവരുടെ പിന്മാറ്റത്തെ ഓർത്തുള്ള വലിയ കരച്ചിൽ അത്യന്താപേക്ഷിതമാണ്. ഇന്ന് ഞാൻ മറ്റൊരു ഫേസാണ് ഈ കരച്ചിലിനെ കുറിച്ച് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പാപത്തിൽ വീഴുന്നത് കൊണ്ടുള്ള കരച്ചിലല്ല. ഓഫ് കോഴ്സ് അത് നമുക്ക് ആവശ്യമുണ്ട്. സപ്പോസ് വി മേക്ക് എ മിസ്റ്റേക്ക് ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ്, certainly we need to cry and come back,
repentance is very much needed, not just for people outside, even for people who are inside the church. When they fall into sin, certainly they need to see that they are crying and repenting and coming back. അത് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇവിടെ അനദർ ഫേസ് എന്ന് ഞാൻ പറയാൻ കാര്യം, വിശുദ്ധന്മാർക്കുള്ള ഒരു ഞരക്കത്തെക്കുറിച്ച് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പല സമയത്തും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, വേദപുസ്തകത്തിൻ്റെ പല വാക്യങ്ങളും കോണ്ടെക്സ്റ്റ് അനുസരിച്ചല്ലാതെ പല ആളുകളും വായിച്ചിട്ടുണ്ടാക്കുന്ന അവരുടെ പ്രസംഗങ്ങളും അവരുടെ സ്വന്തം ഇഷ്ടം അവർ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അവരുപയോഗിക്കുന്നതായ ചില പ്രസംഗങ്ങളുടെ തിരിച്ചു മറിച്ചിലാണ് പലപ്പോഴും കാണുന്നത്. എന്നാൽ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ കാണുന്ന ഒരു വാക്യം, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇറ്റ് ഓൾസോ സെയ്സ് അബൌട്ട് സംതിങ് ലൈക്ക് ഒരു ഗ്രൗണ്ടിങ് ഇൻസൈഡ്, നമ്മൾ ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അവർ സൂക്ഷിക്കേണ്ടതായ, ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ about their past sin, they have already repented and they came to the Lord. For their present sins, if that happens, it should not happen, അത് സംഭവിക്കാൻ പാടില്ല. 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പാപം ചെയ്തുവെങ്കിലോ നിങ്ങൾക്ക് ഒരു കാര്യസ്ഥൻ ദൈവത്തിൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഒരു കാര്യസ്ഥൻ ദൈവത്തിൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പാപം ചെയ്യാമെന്നല്ല പറയുന്നത്. നിങ്ങൾ പാപം ചെയ്യാനല്ല എഴുതുന്നത്, പാപം ചെയ്യാതിരിക്കാനാണ്. അതുകൊണ്ട് ഒരിക്കലും പാപത്തിൽ വീഴുക എന്ന് പറയുന്ന ഒരു ഐഡിയൽ സ്റ്റേജ് അല്ലെന്ന് തന്നെയല്ല, അനുവദനീയമല്ലെന്ന് തന്നെയല്ല, ഒട്ടും അഭിലഷണീയവുമല്ല. എന്നാൽ യാഥാർത്ഥ്യം ചില സമയത്ത് നമ്മൾ പാപത്തിൽ വീണ് പോയാലോ ഒറ്റയടിക്ക് പിശാചു എന്ന് പറയുമായിരിക്കും, ഇനി നിനക്ക് രക്ഷയില്ല. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. യു മെയ്ഡ് എ മിസ്റ്റേക്ക് ആൻഡ് യു ആർ എവേ ഫ്രം ഗാഡ് ആൻഡ് യു കനോട്ട് കം ബാക്ക്. അങ്ങനല്ല. യു നീഡ് ടു ക്രൈ, യു നീഡ് ടു റിപ്പന്റ് ആൻഡ് യു ക്യാൻ കം ബാക്ക്. അതാണ് കർത്താവ് നൽകുന്നതായ വാഗ്ദത്തം. എന്നാൽ വിശ്വാസത്തിൽ ദൈവരാജ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള മറ്റൊരു ഞരക്കം, അനദർ ഫേസ്, അതാണ് പറഞ്ഞത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്ന് പറഞ്ഞതായ ഈ വേദഭാഗം. ചാപ്റ്റർ 8 വേഴ്സ് 23. And not only the creation but we ourselves who have the first fruits of the Spirit. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നമ്മൾ. ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അത് ഇതാണ്, ദൈവരാജ്യം എന്ന് പറയുന്നത് ഫോർടേസ്റ്റ് ചെയ്യാനായിട്ട് കർത്താവ് നമുക്കിപ്പോൾ തന്നെ തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നിരിക്കുന്നതൊന്നും അല്ല, ഇതിനപ്പുറത്ത് വലുതൊന്നും നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അലുവായുടെ ഒരു കഷണം മുറിച്ച് തരുന്നത് പോലെ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. സ്വർഗ്ഗരാജ്യം എന്താണെന്നുള്ളത് നീ ഒന്ന് ടേസ്റ്റ് ചെയ്യാനേ നമുക്കിപ്പോൾ ഭൂമിയിൽ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കുകയാണ്, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ ഒരവസ്ഥ ബാക്കിയുണ്ട്. ഇതേപോലെ തന്നെ ഇവിടെ പറയുന്നത്, ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് കാണുന്നത്, ബട്ട് വി ourselves who have the first fruits of the Spirit. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച നമ്മൾ, അതായത് we are saved, we are redeemed and we enjoy the kingdom of heaven in our spirit. ആത്മാവിൽ ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മളെ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങളെ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വി ആർ ഓൾറെഡി ഇൻ ഹെവൻ. എവിടെ? ഇൻ സ്പിരിറ്റ്. പക്ഷേ ഇതിനപ്പുറത്ത് മറ്റൊരു സ്റ്റേജ് ബാക്കിയുണ്ട്. എന്താണ്? ഈവൻ അവർ ബാഡി, നമ്മുടെ ആത്മാവും ശരീരവും നമ്മുടെ മജ്ജയും മേധസ്സും അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസും നമ്മളുടെ എവ്രിതിങ് ദാറ്റ് ഈസ് വിതിൻ മീ ആൻഡ് ഐ മൈസെൽഫ് ആൻഡ് ഹോൾസം, മൊത്തമായിട്ട് അങ്ങനെ ഒരു വീണ്ടെടുപ്പിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് ബാക്കിയുണ്ട്. ആ സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്? നമ്മൾ പൂർണ്ണമായും എന്ത് ചെയ്യുകയാണ്? ഒരു പുത്രത്വത്തിൻ്റെ വീണ്ടെടുപ്പ്. വി ആർ സൺസ് നൗ. ഇപ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, അതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഇതിൻ്റെ ഒരു പൂർണ്ണത വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ആളുകൾ ചോദിക്കും, ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് അത് പൂർണ്ണമാണെന്ന്. യെസ്, ഇറ്റ് ഈസ് പെർഫെക്റ്റ്. എങ്ങനെ പെർഫെക്റ്റ്? ഒരു പൂവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബഡായിരിക്കുന്ന സ്റ്റേജിൽ
ആ ബഡും പൂർണ്ണമാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പെർഫെക്റ്റ്. ഇറ്റ് ഈസ് പെർഫെക്റ്റ് ആസ് എ ബഡ്. ബട്ട് സംതിങ് ഈസ് ദെയർ ടു സീ എഗെയിൻ. എന്താണ്? ആ ബഡ് എന്ത് ചെയ്യുന്നു? പതിയെ വിരിഞ്ഞു വരുന്നു. ആൻഡ് ഇറ്റ് ബിക്കംസ് എ ഫ്ലവർ. അപ്പോൾ ഫ്ലവർ പൂർണ്ണമാണോ? അതെ. ബഡ് പൂർണ്ണമാണോ? യെസ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സ്വർഗീയ അനുഭവം പൂർണ്ണമാണോ? യെസ്. പക്ഷേ പൂർണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഇനിയും വളർച്ചയുണ്ടോ? യെസ്. അതിനി എന്തായിത്തീരും? ഇനി വളരാനില്ലാത്ത രീതിയിൽ അതിൻ്റെ എന്താണ്, ഇറ്റ് ഈസ് ഗ്രോയിങ് ആൻഡ് ഗ്രോയിങ് ആൻഡ് ഇറ്റ് റീച്ചസ് ദ ഫൈനൽ സ്റ്റേജ് ആസ് എ ഫുൾ ഒരു ഫുൾ ബ്ലൂം, അല്ലെങ്കിൽ മൊത്തമായിട്ട് വിരിഞ്ഞ ഒരു പുഷ്പം പോലെ. അപ്പോഴാണ് നമ്മൾ ദൈവരാജ്യം ആത്മാവിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിലും നമ്മൾ ആഘോഷമാക്കുന്ന പുത്രത്വത്തിൻ്റെ ഒരു അവസ്ഥ നമുക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ബാക്കി വെച്ചിട്ടുണ്ട്. ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ, അതായത് നിത്യതയിൽ നാം കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ, ഞാനിന്നലെ പറഞ്ഞല്ലോ ഐ എൻജോയ് ജീസസ് ഹിയർ. ഇതിനകത്തുനിന്ന് എന്താ വലിയ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത്? ഞാൻ മരിച്ച സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ഞാൻ യേശുവിനെ അറിയുന്നത് കണ്ണാടിയിൽ കടമൊഴിയിൽ കാണുന്നത് പോലെയാണ്. ഒരു ഡിം മിററിൽ ഒരു ഇമേജ് കാണുന്നത് പോലെയുള്ളൂ. പക്ഷേ അപ്പോൾ ഞാൻ മുഖാമുഖമായി കാണും. ആ ഒരു സ്റ്റേജിനെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഒരു വിശുദ്ധൻ അവൻ്റെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഗ്രോണിങ് ഇൻസൈഡ്. അതാണ് ഇവിടെ വായിച്ചിരിക്കുന്നത്. ബട്ട് വി ourselves who have the first fruits of the Spirit groan inwardly as we wait for adoption as sons, the redemption of our bodies. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാംക്ഷിച്ചുകൊണ്ട് ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഞരങ്ങുന്നു. അപ്പോൾ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ കരയുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആസ്പെക്റ്റ് ഞാൻ പറഞ്ഞു. ഇറ്റ് സേസ് അബൌട്ട് സീയിങ് അവർ സിൻസ് ആൻഡ് ക്രൈ. അതിൻ്റെ ആ ആസ്പെക്റ്റിന് ശേഷം ഒരു സെക്കൻഡ് ഫേസാണ് ഞാൻ പറയുന്നത്. വാട്ട് ഇസ് ഇറ്റ്? പുത്രത്വത്തിൻ്റെ അടയാളമായ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മൾ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഞരങ്ങുന്നു. അതൊരു കരച്ചിലാണ്. ആ ഒരു കരച്ചിലാണ് വാസ്തവത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട് കൂടാത്തതായ കരച്ചിൽ. ഞാൻ പറഞ്ഞല്ലോ ബിയാറ്റിറ്റ്യൂഡ്സിൽ എല്ലാത്തിനും വ്യത്യസ്തമായ മുഖങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മുഖമാണ് ആത്മാവിൽ ദാരിദ്ര്യത്തിന് 2 മുഖമുണ്ട്. ഒരാൾ ദൈവത്തെ രാജാവാക്കുന്നതിന് മുമ്പ് അവൻ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിച്ചാലേ അവൻ യേശുവിനെ രാജാവാക്കത്തുള്ളൂ. പക്ഷെ വീണ്ടും അവൻ യേശുവിനെ രാജാവാക്കിയാലേ യേശുവിൻ്റെ രാജത്വം, ദൈവത്തിൻ്റെ ഇഷ്ടം, രാജാവാണെങ്കിൽ രാജാവിൻ്റെ ഇഷ്ടമാണ് അവിടെ നടക്കേണ്ടത്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി അവന് നിർവഹിക്കപ്പെടേണ്ടതിന് വേണ്ടി വീണ്ടും അവൻ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? ആത്മാവിലെ ദാരിദ്ര്യം വീണ്ടും അവൻ തുടർന്നാലേ പറ്റുകയുള്ളൂ, അവനത് സൂക്ഷിച്ചാലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പും നമ്മൾ ആത്മാവിൽ ദരിദ്രരായിരിക്കണം. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാലും ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും നമ്മൾ ആത്മാവിലെ ദാരിദ്ര്യം സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇതേപോലെ പാപത്തെ ഓർത്ത് കരയുന്ന ഒരു സ്റ്റേജ് നമുക്കുണ്ടാകണം. അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും എന്ത് ചെയ്യണം? പാപത്തിൽ നമ്മൾ വീഴുന്നുവെങ്കിൽ അതിനെ ഓർത്ത് കരയുവാനും അനുതപിക്കുവാനും മടങ്ങിപ്പോകുവാനും നമുക്ക് കഴിയണം. എന്നാൽ പാപത്തെ ഓർത്ത് മാത്രമല്ല കരച്ചിലുള്ളത്, മറ്റൊരു കാര്യം ഓർത്തുകൊണ്ട് നമ്മൾ കരയുന്നുണ്ട്. വി ആർ ഗ്രോണിങ് ഇൻസൈഡ്. എന്താണ്? വരാൻ പോകുന്ന പുത്രത്വമായ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി നിത്യതയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവിൽ ഇന്ന് വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിത്യതയുടെ ഒരു കാഴ്ചപ്പാട്. എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, കർത്താവ് പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ ജീവിതത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നു എങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. പക്ഷേ ഇന്നത്തെ പ്രസംഗങ്ങളെല്ലാം പറയുന്നത് എന്താണ്? ഈ ഭൂമിയിൽ എങ്ങനെ ദൈവം നിങ്ങൾക്ക് ഭൂമിയെ നൽകുന്നുവെന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ എത്ര പുഴുവിനെ നിങ്ങൾക്ക് 2011 കിട്ടുമെന്നാണ് എല്ലാവരും വന്ന് പറയുന്നത്, അല്ലാതെ എത്ര ഉയരത്തിൽ നിങ്ങൾക്ക് പറക്കാമെന്നല്ല. വീണ്ടും നിങ്ങളെ കോഴിക്കുഞ്ഞുങ്ങളാക്കി തന്നെ നിർത്തുക എന്നുള്ളതാണ് ഇന്ന് പ്രവാചകന്മാരും ക്രൂസൈഡുകാരും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ ഒരു യഥാർത്ഥ പ്രവാചകൻ എത്ര പുഴുക്കളെ നിങ്ങൾക്ക് കിട്ടുമെന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് എത്ര ഉയരത്തിൽ പറക്കാൻ കഴിയുമെന്നാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടില്ല, അതേ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രസംഗം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് കേൾക്കാനാണല്ലോ ആൾ കൂടുന്നത്. അല്ലാതെ പുത്രത്വത്തിൻ്റെ വീണ്ടെടുപ്പായ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഞരക്കം എന്നൊക്കെ പറഞ്ഞ് ഞരക്കാൻ വരുന്നത്
ഇവിടെ വലിയ ആഘോഷവും ഉത്സവവും ഭൂമിയിലെ കാര്യം പറഞ്ഞുണ്ടാക്കുന്നതിനിടയ്ക്ക് എന്താ ആരാ ഇതിനൊക്കെ ഞരങ്ങാനും മോങ്ങാനും കരയാനും ഒക്കെ വരുന്നത് അല്ലേ? കാര്യം ലോകം അതുപോലെ നമ്മളിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ ഞാൻ കഴിഞ്ഞ ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഐ വാസ് ഹിയറിങ് ഒരു ടി വി മെസ്സേജ്. ടി വിയെ ഞാൻ കുറ്റം പറയുമെന്നല്ല, ടി വി മെസ്സേജസിനെയും ഐ അപ്പിയർ ഇൻ ദ ടി വി എവറി വീക്ക്. അവൻ ടെലിവിഷനിൽ ഒരാൾ അപ്പിയർ ചെയ്യുന്നതിനകത്തുള്ള പ്രശ്നമൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ടി വി പ്രസംഗമെന്ന് ഞാൻ ഈ എടുത്തു പറയാൻ കാര്യം, ഇന്ന് ടെലിവിഷനിൽ ഓൾമോസ്റ്റ് ഓൾ മെസ്സേജസ് എന്തിനെക്കുറിച്ചാണ്? നിങ്ങൾക്ക് പുഴുക്കളെ കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറയാനാണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമെന്ന് പറയാൻ വേണ്ടിയാണ് നിങ്ങൾ കേൾക്കുന്ന ഈ പ്രസംഗങ്ങളെല്ലാം. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ കൃത്യതയോടെ പറയുന്നത്. ഈ റോമാലേഖനം 8-ാം അധ്യായം തന്നെ പറഞ്ഞ് ഒരാൾ പ്രസംഗിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ വേഴ്സ് 32 വായിച്ചിട്ട് അങ്ങനെ പറഞ്ഞു കേട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഈസ് എ പാസ്റ്റർ, ഹി ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ് ആസ് എ പാസ്റ്റർ. കാരണം അദ്ദേഹം അവിടെ വായിച്ച വാക്യം ഇതാണ്, നിങ്ങൾക്ക് എല്ലാവരും വായിക്കുന്ന കാര്യമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? പക്ഷേ നിങ്ങളും കേൾക്കുന്നതായിരിക്കും, ഇതൊക്കെ ആയിരിക്കും എല്ലാവരും പറയുന്നത്. സകലതും നിങ്ങൾക്ക് നൽകാതിരിക്കുമോ? അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നൽകാനായിട്ട് ഇതാ കർത്താവ് വന്നിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, പൗലോസിനൊരു അബദ്ധം പറ്റി. പൗലോസ് ശൂലം മാറി കിട്ടാൻ വേണ്ടി 3 വട്ടം അപേക്ഷിച്ചു, പിന്നെ പറഞ്ഞതങ്ങ് നിർത്തി. എന്നാൽ വീണ്ടും അപേക്ഷിച്ചിരുന്നെങ്കിൽ ശൂലം മാറിപ്പോയേന്. അതുകൊണ്ട് ശൂലം അവിടെ ഇരിക്കട്ടെ എന്നാരും പ്രാർത്ഥിക്കരുത്, ശൂലം മാറാൻ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ നാവിൻ തുമ്പത്താ ഇതൊക്കെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രസംഗം. എന്തൊരു കഷ്ടമാണെന്ന് പറയാം. ഇത് കേട്ടിട്ട് അവസാനം ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കാനും ആൾക്കാരുണ്ട്. കാര്യം ശൂലം മാറിപ്പോകുന്ന കാര്യമല്ലോ, അല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ, കൃപയല്ലല്ലോ, കൃപ പ്രസംഗിക്കുന്നവനല്ലല്ലോ. പിന്നെ എന്താ, ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ ഈ കൃപയുടെ അപ്പോസ്തലന്മാരെ കാണുന്നത് വളരെ കുറവാണ്. ഇപ്പം വിശ്വാസത്തിൻ്റെ അപ്പോസ്തലന്മാരെല്ലാവരും വിശ്വാസത്താൽ വീര്യം പ്രവർത്തിക്കുന്ന കാര്യങ്ങളും വിശ്വാസത്താൽ കാര്യങ്ങൾ നേടുന്ന കാര്യവും. ഇദ്ദേഹം എന്നിട്ട് പറയുന്ന കാര്യം ഇതാണ്, ആരും നിങ്ങൾ വേറൊരാൾ പറഞ്ഞാൽ വിശ്വസിക്കരുത്. കാര്യം സകലവും നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ആവശ്യം? പൂർണ്ണമായ രോഗസൗഖ്യം, പൂർണ്ണമായ വിജയം. വി ആർ ഹിയർ ടു വിൻ. നമ്മൾ ജയിക്കാൻ വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് വിജയം, നിങ്ങളുടെ കുടുംബ സമ്പത്തിൽ നിങ്ങൾക്ക് വിജയം, നിങ്ങളുടെ പണത്തിൽ നിങ്ങൾക്ക് വിജയം, വിജയിക്കാൻ വേണ്ടി ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വിജയം നമ്മുടെ സ്വന്തമാക്കണം. കർത്താവ് സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കും. അത് വാങ്ങിച്ചോണം. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലതും നിങ്ങൾക്ക് നൽകാതിരിക്കുമോ? ഞാനീ പറയും, നിങ്ങളോട് തന്നെ പറയുക. ഇപ്പം ഇത് പറഞ്ഞാൽ നിങ്ങൾ ഇതിങ്ങനത്തെ പ്രശ്നം കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടായിരിക്കുന്നത് എനിക്കറിയാം. ഇത് തന്നെ കേട്ടിട്ടുണ്ട്. ഈ റോമാലേഖനം 8-ാം അധ്യായം വായിച്ചിട്ട് എവിടെയെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഭൗതികമായ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എവിടെയെങ്കിലും എന്താ പോൾ ഇവിടെ പറയുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സങ്കടം വരുന്ന, ദേഷ്യം വരുന്ന ശരിയാണോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ദേഷ്യം വരുന്ന ഒരു കാര്യം, വേദപുസ്തകത്തിൻ്റെ മുമ്പും ഇല്ലാതെ ഏതെങ്കിലും ഒരു വാക്യമെടുത്ത് ആളുകൾ ചുമ്മാ മനുഷ്യനെ കളിപ്പിക്കാനായിട്ട് ഈ പറയുന്ന പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അത് കേട്ടിട്ട്. അങ്ങനെ ഇങ്ങനെ ഇത് കേൾക്കാൻ എനിക്ക് ദൈവത്തിൻ്റെ കാരണം കൊണ്ട് അവസരമില്ല. എൻ്റെ വീട്ടിൽ ടി വി ഇല്ല. ടി വിക്കകത്ത് പ്രസംഗിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ ടെലിവിഷനില്ല. അതുകൊണ്ട് ഇതെപ്പോഴും കാണാനും മറ്റും ഉള്ള ഗതികേടില്ല. പിന്നെ വല്ലയിടത്തും പോകുമ്പം വല്ല വീട്ടിലും വെച്ച് കാണുന്നതേ ഉള്ളൂ. ടി വി ഇല്ലാതെ ഞങ്ങളുടെ പിള്ളേർ വളർന്നതും. അങ്ങനെ ടി വി ഇല്ലാതെ ഞങ്ങളുടെ പിള്ളേർ വളർന്നത് കൊണ്ട് കുറച്ച് പൊതുവിജ്ഞാനമൊക്കെ ഞങ്ങളുടെ പിള്ളേർക്ക് ഇച്ചിരി കുറവാണ്. ഇപ്പോൾ ഒബാമയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ഒന്നും ഞങ്ങളുടെ പിള്ളേർക്ക് അറിയത്തില്ല. പിന്നെ ഒബാമയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണെന്ന് 200 ചാനലുള്ള വീട്ടിലെ പിള്ളേരോട് ചോദിച്ചാലും അറിയത്തില്ല. കാര്യം എല്ലാവരും പറയുന്നത് ടെലിവിഷനിൽ ഞങ്ങൾ വീട്ടിൽ വെച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാകാനാ, ഒരു പൊതുവിജ്ഞാനമൊക്കെ ഉണ്ടാകാനാ. എന്ത് പൊതുവിജ്ഞാനമാണെന്ന് അറിയത്തില്ലയോ ടി വിയിലൂടെ ഈ കുഞ്ഞുങ്ങളൊക്കെ നേടിയെടുത്തിരിക്കുന്നത്. 20 തലമുറ ജീവിക്കാനുള്ളതെല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ 21ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കും? ഇതാണ് നമ്മുടെ പ്രശ്നം. അല്ലാതെ നാളെ എന്ത് കിട്ടുമെന്നോ ഉടുക്കുമെന്നോ കഴിക്കുമെന്നോ ഒന്നും അല്ല ഇപ്പോഴത്തെ ആളുകളുടെ. അതൊക്കെയായിരുന്നു യേശുവിൻ്റെ കാലത്തെ ആളുകളുടെ വലിയ ഭാരം എന്ന് പറയുന്നത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഇന്ന് അതൊന്നുമല്ല വിചാരം. എൻ്റെ 21ാമത്തെ തലമുറ എങ്ങനെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സമ്പാദിച്ചു വെക്കുന്നത്. പിന്നെ എങ്ങനെ ഭാരം മാറുന്നത്? അതിനകത്ത് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തോരം ഭാരമാണ് ഇല്ലേ? അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, അങ്ങനെ തന്നെ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗുണമുണ്ടല്ലോ, പോകാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ നല്ലൊരു കാര്യമാണ്, റെസ്റ്റ് എടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, മനസ്സിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള ഏറ്റവും നല്ല മാർഗം
ആർക്കും ഒന്നും കൊണ്ടുപോകാൻ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. വല്ലവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടല്ലയോ നമുക്ക് ഉറക്കം വരാത്തത്. ഭയങ്കര കഷ്ടമായി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലല്ലേ. ഇതാണ് വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞത്, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് എന്ത് നൽകും? ആശ്വാസം നൽകും. നിങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകത്തില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുത്തോളാം. അതാണ് കർത്താവ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ താഴെ പറയാണ്, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. എന്താ അതിൻ്റെ അർത്ഥം? റെസ്റ്റ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിലല്ല, റെസ്റ്റ് എന്ന് പറയുന്നത് യേശുവിൻ്റെ നുകത്തിൻ കീഴിലാണെന്നാണ്. യു അണ്ടർസ്റ്റാൻഡ്? ഇതൊരു വലിയൊരു യാഥാർത്ഥ്യമാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ അറിയത്തുള്ളൂ. വിശ്രമം എന്ന് പറയുന്നത് എവിടെയല്ല? സ്വാതന്ത്ര്യത്തിലല്ല. വിശ്രമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെസ്റ്റ് എന്ന്, ആശ്വാസം എന്ന് പറയുന്നത് എനിക്കെന്തും തീരുമാനിക്കാനുള്ള എൻ്റെ എബിലിറ്റിയിലല്ല. ആശ്വാസം എന്ന് പറയുന്നത് എന്താണ്? യേശുവിൻ്റെ നുകത്തിൻ കീഴിലേക്ക് കയറിയിരിക്കുന്നതാണ്. അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനല്ല, തീരുമാനമെടുക്കുന്ന ആരാണ്? യേശുവാണ്. അതൊരു ഭയങ്കര ആശ്വാസമാണ്, ഭയങ്കര ആശ്വാസം. അപ്പോൾ കരയുന്നവർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങൾ ദുഃഖിക്കുമ്പോഴാണ്, കരയുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, നിങ്ങളെ നയിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുവാൻ യേശു അടുത്ത് വരുന്നത്. നിങ്ങളുടെ പാപങ്ങളുടെ ഭീകരതയോർത്ത് അലറിക്കരഞ്ഞ് കർത്താവിൻ്റെ സന്നിധി നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ അവൻ വിമോചകനായി മാത്രമല്ല, നിങ്ങളുടെ കർത്താവായി, നിങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നവനായി, കർത്തൃത്വം നടത്തുന്നവനായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയും പിന്നീട് തീരുമാനമെടുക്കേണ്ട ഒരു ഗതികേട് നമുക്കില്ലാത്ത നിലയിൽ ആത്മാവിൽ അവൻ നമ്മളെ നയിക്കുകയും ചെയ്യുന്നതായ ഒരു സ്റ്റേജ്. ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ആശ്വാസം. കരയുന്നവന് ഭാഗ്യവാന്മാർ, അവന് ആശ്വാസം ലഭിക്കും. ദാവീദ് കരഞ്ഞപ്പോൾ, ഹൃദയ തകർച്ചയോടെ ദാവീദ് കരഞ്ഞപ്പോൾ അവന് ആശ്വാസം ലഭിക്കുകയാണ്. അവൻ്റെ പാപങ്ങളിൽ നിന്ന് അവന് മോചനം കിട്ടി. പാപത്തിൽ അവൻ ജീവിച്ചപ്പോൾ അവൻ ഒരിക്കലും ആശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് അവൻ ദൈവസന്നിധിയിലേക്ക് വന്നിട്ട് പറയുകയാണ്, എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കിത്തരണമേ. മേക്ക് എ റൈറ്റ് സ്പിരിറ്റ് വിത്തിൻ മീ. നിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. കാസ്റ്റ് മീ നോട്ട് ഫ്രം ദൈ പ്രസൻസ് ഓഫ് ഗാഡ്. നിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. നിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. എൻ്റെ ഒരു വില്ലിങ് സ്പിരിറ്റ്, എനിക്ക് എപ്പോഴും മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനെ എനിക്ക് തരണമേ. മനസ്സൊരുക്കമുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരണത്തിന് വേണ്ടി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ആത്മാവിനെ എനിക്ക് തരണമേ. ശരിക്കും എന്താ ദാവീദിൻ്റെ ജീവിതത്തിൽ പറ്റിയത്? ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശ്രദ്ധിക്കാതെ സ്വന്തം വില്ലിനെ അവൻ ഉപയോഗിച്ചതുകൊണ്ടാണ് അവൻ പാപത്തിൽ വീണു പോകുന്നത്. നമ്മളൊക്കെ പാപത്തിൽ വീണു പോകുന്നതിൻ്റെ കാര്യം എന്താണ്? വെൻ വി ട്രൈ ടു ടേക്ക് ഡിസിഷൻ അവർസെൽസ്. സ്വന്തമായി തീരുമാനമെടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പാപത്തിൽ വീഴുന്നതെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എപ്പോഴാണ് നമ്മൾ പാപത്തിൽ വീഴുന്നത്? സ്വന്തമായി തീരുമാനമെടുക്കുമ്പോൾ. ഞാൻ തീരുമാനമെടുക്കുമ്പോൾ. തീരുമാനമെടുക്കാൻ ദൈവത്തെ ഏൽപ്പിച്ചാൽ, യേശുവിനെ ഫലമേൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? പാപത്തിൽ വീണു പോകുന്നില്ല. ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ്. അതുകൊണ്ട് ഈ ബിയാറ്റിറ്റ്യൂഡ്സിൻ്റെ ഈ ഭാഗം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്ത്? അധ്വാനിക്കുന്ന, ഭാരം ചുമക്കുന്ന, അല്ലെങ്കിൽ കരയുന്ന ആളുകൾ ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് ചെയ്യും? എന്ത് ലഭിക്കും? ആശ്വാസം ലഭിക്കും. പത്രോസ് കരഞ്ഞപ്പോൾ അവൻ ആശ്വാസം. ജീസസ് കെയിം ടു ഹിം ആൻഡ് ഹി വാസ് കംഫർട്ടിങ് ഹിം. ഞാൻ പറഞ്ഞു, സാരമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കോ, കുഴപ്പമില്ല എന്നല്ല പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ പോകുകയാണ്? നീ ഇന്നലെ വരെ പാപത്തിൻ്റെ അടിമയായിരുന്നു, പക്ഷേ ഇനി മുതൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നീ എന്താ ചെയ്യേണ്ടതെന്ന് ആര് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്? ഞാൻ തീരുമാനിക്കും. അതാണ് യോക്ക്, അതാണ് നുകം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? പത്രോസ് കരഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിനെ ഫ്രീ ആയിട്ട് വിടുകയല്ല. പത്രോസ് കരഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിന് പറഞ്ഞു, കമോൺ, നീ എൻ്റെ യോക്കിൻ്റെ കീഴിലേക്ക് വാ. നൗ ഓൺവേർഡ്സ് ഐ വിൽ ഡിസൈഡ് വാട്ട് യു നീഡ് ടു ഡു. നീ എന്ത് ചെയ്യണമെന്നുള്ളത് ഇനി മുതൽ ഞാൻ തീരുമാനിക്കും. പത്രോസ് പടകും വലയും എല്ലാം വിട്ടേച്ച് സന്തോഷത്തോടു കൂടെ യേശുവിൻ്റെ പിന്നാലെ പോകുകയാണ്. കാര്യം അവന് ഭയങ്കര റെസ്റ്റായി. കാര്യം ഇനിയിപ്പം തീരുമാനം എടുക്കണ്ടല്ലോ. കാര്യം ആര് തീരുമാനം എടുത്തോളും? യേശു തീരുമാനം എടുത്തോളും. പ്രിയമുള്ളവരെ, അതാ വാസ്തവത്തിൽ റെസ്റ്റ് എന്ന് പറയുന്നത്. തീരുമാനമെടുക്കാൻ യേശുവിന് വിട്ടുകൊടുക്കുന്നതായ
ഒരു അവസ്ഥ. അവൻ്റെ മുഖത്തിൽ കയറിയിരിക്കുമ്പോഴാണ് നമ്മൾ ടെൻഷനില്ലാതാകുന്നത്. അവൻ നടക്കുന്നതിലെ നമ്മളിനി അങ്ങ് നടന്നാൽ മതി, അവൻ പോകുന്നതിലെ പോയാൽ മതി, അവൻ പറയുന്നത് ചെയ്താൽ മതി, അവനെ അനുസരിച്ചാൽ മതി. ഇത് റെസ്റ്റാണ്. എന്നാൽ ഈ റെസ്റ്റിൻ്റെ മറ്റൊരു തലത്തിലേക്ക് വരുന്നതാണ് റോമാലേഖനത്തിൽ നമ്മൾ കണ്ടത്. എന്താണ്? ഒരു ഫ്യൂച്ചർ റെസ്റ്റ്. തേജസ്സിൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ എന്താണ്? നമ്മൾ അവനോട് കൂടെ കഷ്ടം അനുഭവിക്കുകയാണ്. അത് തന്നെ റെസ്റ്റാണ്. നമ്മൾ അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുമ്പോൾ നുഖത്തിൻ്റെ ഒരു സൈഡ്, നുഖത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ നുഖം എന്ന് കർത്താവ് പറയുമ്പോൾ ഞാൻ പൂട്ടുന്ന നുഖമെന്നുള്ള അർത്ഥത്തിലല്ല കർത്താവ് ഉപയോഗിക്കുന്നത്. യോക്കിൻ്റെ ഒരു പ്രത്യേകത, അതിന് രണ്ട് സൈഡുണ്ട്. യോക്ക് ഈസ് ഓൾവേസ് ജോയിനിങ് ടു ഓക്സൻ. രണ്ട് കാളകളെയാണ് ചേർക്കുന്നത്. കർത്താവ് എൻ്റെ യോക്ക് എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത്, ഓക്കെ, ഇതാ ഞാൻ യോക്കിൻ്റെ ഒരു സൈഡിലുണ്ട്, മറ്റേ സൈഡിൽ നിൻ്റെ തല വെക്കാനാണ് പറയുന്നത്. അല്ലാതെ ഞാൻ നിന്നെ പൂട്ടുമെന്നല്ല. എന്താണ് പറയുന്നത്? ഇനി നീ ഒരു സൈഡിൽ, ഞാനും ഒരു സൈഡിൽ. അതാണ് വാസ്തവത്തിൽ അവൻ്റെ യോക്ക് മൃദുവാണ്, ആശ്വാസമാണ്, ലഘുവാണ്. അവൻ മുകളിൽ വെച്ച് അമർത്തുകയല്ല, നമ്മളെ അടിമപ്പണി ചെയ്യിക്കുകയല്ല. എന്താണ്? നമ്മോട് ചേർന്ന് ഭാരം വഹിക്കുകയാണ്, നമ്മോട് ചേർന്ന് നമ്മളെ നയിക്കുകയാണ്. പക്ഷേ ഈ യോക്കിൻ്റെ ഒരു ഗുണം, എങ്ങനെയാണ് നമ്മൾ മെരുക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ ടൈംലെസ് ആയിട്ടുള്ള ഒരു കാളയെയും ടൈംഡ് ആയിട്ടുള്ള ഒരു കാളയെ ഒരുമിച്ചാണ് പൂട്ടുന്നത്. അല്ലാതെ രണ്ടും ടൈംലെസ് ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൂട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ്, മെരുക്കമുള്ള കാളയായ യേശു ഒരു സൈഡിലും മെരുക്കമില്ലാത്ത കാളയായ എന്നെ ഇങ്ങനെ സൈഡിലും പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടതുവശത്ത് കാണുന്ന, ഞാൻ ഇടതുവശത്ത് നിൽക്കുകയാണെന്ന് വെച്ചോ, ഇടതുവശത്ത് കാണുന്ന പുല്ല് തിന്നണമെന്നും അത് തിന്നണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ പോകാൻ പറ്റിയല്ല. കാര്യം ഐ എം യോക്ക്ഡ് വിത്ത് ദി അതർ ഓക്സ്. മറ്റേ കാളയുമായിട്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? യോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. മറ്റേ കാള കൊണ്ടുപോകുന്നതിലൂടെ തന്നെ പോയാലേ എനിക്ക് പറ്റുകയുള്ളൂ. എനിക്ക് ഡിസിഷനൊന്നും എടുക്കണ്ട, എനിക്കങ്ങ് പോയാൽ മതി, കൂടെ പോയാൽ മതി, ഒരുമിച്ച് പോയാൽ മതി. അവനോട് കൂടെ കഷ്ടം അനുഭവിക്കുകയാണ്. പക്ഷേ ഇത് ഒരു ഫോർട്ടേസ്റ്റ് ചെയ്യാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന റെസ്റ്റ് മാത്രമാണ്. ദൈവത്തോട് കൂടെ, യേശുവിനോട് കൂടെ ഇവിടെ ഭൂമിയിൽ വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു 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 ഫോർട്ടേസ്റ്റ് എന്ന് പറയുന്നതാണ്. വരാൻ അലുവായുടെ ചെറിയ കഷ്ണം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പക്ഷേ വേറൊരു വലിയ കഷ്ണം വരുന്നുണ്ട്. എന്താണെന്നറിയാമോ? അവനോട് കൂടെ യുഗായുഗങ്ങൾ വാഴുന്ന ഒരു ഫ്യൂച്ചർ റെസ്റ്റ് നമുക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ മറ്റും നമ്മൾ കാണുന്നതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ ഇറങ്ങി വന്ന് നമുക്ക് റെസ്റ്റ് നൽകും. നമ്മുടെ കണ്ണിലെ കണ്ണീരെല്ലാം അവൻ തുടച്ച് കളയും. മനുഷ്യൻ യാതൊരു രീതിയിലും ഉള്ള ഒരു പ്രതിസന്ധിയില്ലാത്ത ഒരു ലൈഫ്.